നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന ജൈവ കാർഷിക മേള ഉർവരം 2016 എസൻപുരം പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയും AIYFും നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. കയ്പമംഗലത്ത് വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ തുമ്പൊന്നും ആകാതെ പോലീസ് കുഴങ്ങുന്നു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന ജൈവ കാർഷിക മേള ഉർവരം 2016 എസൻപുരം പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. രാവിലെ നടന്ന ചടങ്ങിൽ CN ജയദേവൻ MP പതാക ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള വളരെ ശക്തവും ആത്മാർത്ഥവുമായ പ്രവർത്തനമാണ് മാറി മാറി വന്ന ഗവൺമെന്റുകളിൽ നിന്നും ഈ കാർഷിക രംഗത്തോടുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഫലമായി ഇന്ന് നെല്ലുൽപാദനം നഷ്ടമാണ് എന്ന് കൃഷിക്കാർ പറയില്ല. ഞാനൊരു നെല്ലുൽപാദന മേഖലയിൽ നിന്ന് വരുന്നയാളാണ്, ഇപ്പോൾ കൃഷിയുടെ മധ്യത്തിൽ നിന്ന് വരുന്നയാളാണ്. പക്ഷേ റബ്ബറും മലഞ്ചരക്ക് ഉൽപ്പന്നങ്ങളുമൊക്കെ നാളികേരവുമൊക്കെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സാമ്പത്തിക സ്റ്റഡിനെസ്. പക്ഷെ നമ്മൾ പച്ചക്കറി ഉൽപാദനത്തിൽ മറ്റ് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാർഷിക മേഖലയിലൊക്കെ അതീവമായി ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ആ മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. വൈകിട്ട് ഘോഷയാത്രയോടെ ഉദ്ഘാടന സമ്മേളനവും ആരംഭിച്ചു. മതിലകത്ത് നിന്നുമാണ് വിളംബര ഘോഷയാത്ര ആരംഭിച്ചത്. തീരദേശത്തെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി നിരവധി പേരാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത്. വിവിധ നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി. VS സുനിൽകുമാർ MLA, ജില്ലാ പഞ്ചായത്ത് അംഗം ET ടൈസൺ മാസ്റ്റർ, KK അബീദ് അലി, EG സുരേന്ദ്രൻ തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി.
മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നടത്തിയ കലക്ട്രേറ്റ് മാർച്ചിൽ സംഘർഷം. സമരക്കാർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രി ആര്യാടനെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണമെന്ന് വിജിലൻസ് കോടതി ഉത്തരവിട്ട സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നും പ്രകടനമായെത്തിയ പ്രവർത്തകരെ കലക്ട്രേറ്റ് കവാടത്തിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകരുമായി പോലീസ് ബലപ്രയോഗം നടത്തിയത് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസും സമരക്കാരും ഉടനെ ഉന്തും തള്ളും നിയന്ത്രണം വിടുമെന്ന ഘട്ടത്തിലാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. ജലപീരങ്കി പ്രയോഗത്തെ തുടർന്ന് പോലീസിനെതിരെയും ജലപീരങ്കി പ്രയോഗിക്കുന്ന വരുൺ എന്ന പോലീസ് വാഹനത്തിനു നേരെയും വ്യാപകമായ കല്ലേറുണ്ടായി. സംഘർഷത്തിൽ പരിക്കേറ്റ SFI ഡിവൈഎഫ്ഐ പ്രവർത്തകരായ മൃദുല ഗിരീഷ്, സുധാ ദിലീപ്, CP പ്രമോദ്, K സച്ചിൻ എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPM നേതാവ് NR ബാലൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി C സുമേഷ്, ജില്ലാ ഭാരവാഹികളായ PB അനൂപ്, KV രാജേഷ് എന്നിവരും പ്രകടനത്തിന് നേതൃത്വം നൽകി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് AIYF നടത്തിയ തൃശൂർ താലൂക്ക് ഓഫീസ് മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. CPI ഓഫീസിൽ നിന്ന് പ്രകടനമായെത്തിയ പ്രവർത്തകർ താലൂക്ക് ഓഫീസിന് മുന്നിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ തകർത്തു. തുടർന്ന് ഓഫീസിലേക്ക് തള്ളിക്കയറുവാൻ ശ്രമിച്ചുവെങ്കിലും പോലീസുകാർ ഗേറ്റ് അടച്ചു. ഇതേ തുടർന്ന് പോലീസിന് നേരെ കൊടിക്കാലുകൾ ഉപയോഗിച്ച് ആക്രമിക്കുവാനും പ്രവർത്തകരുടെ ശ്രമമുണ്ടായി. പിന്നീട് പ്രവർത്തകർ ശാന്തരാകുകയായിരുന്നു. തുടർന്ന് നടന്ന ധർണ AISF ദേശീയ സെക്രട്ടറി KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. AIYF ജില്ലാ സെക്രട്ടറി T പ്രദീപ് കുമാർ, നേതാക്കളായ VK വിനീഷ്, രാകേഷ് കണിയാമ്പറമ്പിൽ, CG വിഷ്ണു, ശ്യാൽ പുതുക്കാട് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. കയ്പമംഗലത്ത് വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ തുമ്പൊന്നുമാകാതെ പോലീസ് കുഴങ്ങുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ ചോദ്യം ചെയ്തുവെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് നൽകുന്ന സൂചന. കൊലക്കുപയോഗിച്ച ആയുധം കണ്ടെത്തുന്നതിനായി കൊലപാതകം നടന്ന വീടിനടുത്തുള്ള കുളം വറ്റിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കയ്പമംഗലം 12-നടുത്തുള്ള ചാണാടിക്കൽ സുശീല എന്ന 74-കാരിയെ വീട്ടിലെ കുളിമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ചോദ്യം ചെയ്യൽ തുടരുകയാണെന്നും പോലീസിനുള്ള ഒട്ടേറെ സംശയങ്ങൾ ഓരോന്നായി ദൂരീകരിച്ചു വരികയാണെന്നും ഇതിനുശേഷം മാത്രമേ എന്തെങ്കിലും നിഗമനത്തിലെത്തുകയുള്ളൂവെന്നും പോലീസ് പറഞ്ഞു. പെരിഞ്ഞനം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മതിലകം OLF GHS സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ആബിദ് അലി ഉദ്ഘാടനം ചെയ്തു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EG സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പുഷ്പൻ, അധ്യാപിക പാക്സി എന്നിവർ സംസാരിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലെ 66 സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കാക്കാത്തുരുത്തി SNGUP സ്കൂളിൽ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെയും സയൻസ് ലാബിന്റെയും ഉദ്ഘാടനം CN ജയദേവൻ MP നിർവഹിച്ചു. മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. മന്ത്രി എത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ടൊന്നും അവിടെ ചെന്നാൽ തരക്കേടില്ലെന്ന് പറഞ്ഞ് തുടർച്ചയായിട്ട് വിളിയാണ്. അപ്പോൾ ഒന്ന് അങ്ങോട്ട് പോകണം. എടമുട്ടത്ത് ഒരു സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിൽ ഇതുപോലെ തന്നെ ഒരു 10:30 പങ്കെടുക്കാമെന്ന് ഏറ്റിരുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ആദ്യമായിട്ടല്ല, ഇതിന് മുൻപും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനവും നിലവിലുള്ള ഈ സ്ഥാപനം മെച്ചപ്പെട്ട രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും കുട്ടികളും പ്രകടിപ്പിക്കുന്ന താല്പര്യവുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂളിൻ്റെ ആവശ്യമനുസരിച്ച് സ്കൂളിലേക്ക് 4 കമ്പ്യൂട്ടറുകൾ അനുവദിച്ച് നൽകിയത്. അതിന്ന് ഇവിടെ സ്ഥാപിതമായി അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്.
പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC ബിജു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട AEO NR മല്ലിക, ജില്ലാ പഞ്ചായത്ത് അംഗം NK ഉദയപ്രകാശ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS രാധാകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിത മനോജ്, പ്രധാനാധ്യാപിക AK മധുബാല, പഞ്ചായത്ത് അംഗം ഉഷാ ചന്ദ്രൻ, PTA പ്രസിഡന്റ് KB ഹംസ, സ്കൂൾ മാനേജർ PS രാമചന്ദ്രൻ എന്നിവരും സംസാരിച്ചു. ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകരായ K ബാലൻ, ശശികല എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചന്ദ്രാപ്പിനി പെരുമ്പടപ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ 104ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് സ്വയം തൊഴിൽ പരിശീലനം നേടിയ അമ്മമാരെ ആദരിക്കൽ, തൊഴിലുപകരണ വിതരണം എന്നിവ നടന്നു. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് AEO TD അനിതകുമാരി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AV സതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന വിഷൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഗീതാ മോഹൻദാസ്, രഞ്ജിനി സത്യൻ, TV മനോഹരൻ, പഞ്ചായത്ത് അംഗം രജിത ബാലൻ, മതിലകം BPO ഭാനുപ്രിയൻ, പ്രധാനാധ്യാപിക PB സുഷമ, SA ഷക്കീല എന്നിവരും സംസാരിച്ചു. ഇടവേള.